Hi friends, welcome back to my channel. ഇന്ന് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് ബൂന്തി ലഡുവിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് ബൂന്തി തയ്യാറാക്കാം. അതിനു വേണ്ടി ഒരു ബൗളിൻ്റെ മുകളിൽ അരിപ്പ വെച്ച് അതിലേക്ക് 2 കപ്പ് കടലപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് അരിച്ചെടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. 1/2 കപ്പ് വെള്ളമാണ് വേണ്ടത്. അത് ഒരുമിച്ച് ഒഴിക്കരുത്, കുറച്ചായിട്ട് ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ടോട്ടൽ 1/2 കപ്പ് വെള്ളമാണ് എടുത്തത്. ബാറ്റർ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് കൊടുക്കാം. അത് ചൂടാവുമ്പോൾ നമുക്കതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ഒരു ഹോളുള്ള അരിപ്പക്കയിലെടുത്ത് അതിലേക്ക് ബാറ്റർ ഒഴിച്ച് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായി. ഇത് പെട്ടെന്ന് കുക്കായി കിട്ടും. ഇത് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇനി നമുക്കിതുപോലെ എല്ലാ ബാറ്ററും ചെയ്തെടുക്കാം. ഞാനിവിടെ എല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഞാനിവിടെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ക്രഷ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു സോസ് പാൻ എടുത്ത് അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇത് നമുക്ക് അടുപ്പിൽ മെൽറ്റ് ചെയ്യാൻ വെക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഷുഗർ മെൽട്ടായി തിക്കായി വന്നിട്ടുണ്ട്. ഇത് 1 സ്ട്രിങ് കൺസിസ്റ്റൻസി ആവാൻ വെയിറ്റ് ചെയ്യേണ്ട. കയ്യിലെടുക്കുമ്പോൾ ഒരു സ്റ്റിക്കി ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി മതി. ഇത് ലോ ഫ്ലെയിമിലാക്കി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ബൂന്തി ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു അരമണിക്കൂർ അടച്ച് വെക്കാം.
ഒരു ചെറിയ ഫ്രൈ പാനിൽ ആവശ്യത്തിനുള്ള ഗീ ഒഴിച്ച് കുറച്ച് കാഷ്യൂ നട്ടും റൈസിൻസും വറുത്തെടുക്കാം. ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് ബൂന്തിയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനി നമുക്ക് ബോൾസ് ആക്കി എടുക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ബോൾസ് ആക്കി എടുക്കാം. അപ്പം നമ്മുടെ ബൂന്തി ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.